ഒരു വേർഡിന് മുന്നിൽ മാത്രമല്ല ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്, ഷോർട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മുമ്പിലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും. ഓക്കെ, എം എ സ്റ്റുഡൻ്റാണ്. എം എ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എം എന്ന ലെറ്റർ വെച്ചാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഏത് അക്ഷരം വെച്ചാൽ പറയുന്നത്? എ. ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്ഷരം നമ്മൾ സ്വരാക്ഷരത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിളാണ്. എം ബി എ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എം എന്ന ലെറ്ററിലും എന്ന പറയുമ്പോൾ എ എന്ന സ്വരാക്ഷരത്തിലുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ വരുന്നത്. എൽ എന്ന ലെറ്ററിലും എന്ന പറയുമ്പോൾ എ എന്ന സ്വരാക്ഷരത്തിലുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സി തുടങ്ങിയിരിക്കുന്ന സി എന്ന ലെറ്ററിലും സ എന്ന അക്ഷരത്തിലുമാണ്. ഈ സ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല. അതുകൊണ്ടാണ് സിയുടെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബി എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പറയുമ്പോൾ ബ എന്ന അക്ഷരത്തിലാണ് പറയുന്നത്. ഈ ബ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല, മറിച്ച് നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ബിയുടെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്.